വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. ഇപ്പോൾ രാവിലെ എന്തായിരിക്കും പരിപാടി? രാവിലെ ഓഫീസിൽ പോവാം. ഓക്കെ, രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഡോറൊക്കെ അടച്ച് ഫുൾ എല്ലാം പൂട്ടി അടച്ച് ഇവിടുന്നൊരു ബസ്സുണ്ട്, അത് നേരെ സിറ്റി സെൻറ്റർ ഇറങ്ങും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പയ്യനുണ്ട്, നമ്മൾ രണ്ടുകൂടെ നേരെ സ്ട്രൈറ്റ് ടു ഓഫീസ്. പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഹൈലൈറ്റിങ് സംഭവമാണ് ഈ ബസ്സുകൾ. കണ്ട ഇവിടുത്തെ ബസ്സുകളൊക്കെ നല്ല രസമാണ് കാണാൻ. കണ്ട ഡബിൾ ഡക്കർ ബസ്സാണ്. വാവ് ഗൈസ്, ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആണ്ട് നമ്മൾ ചിക്കൻ ബേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ്. ഇതാണ് ഇന്ന് രാവിലെ നമ്മൾ കഴിച്ചിട്ട് പോകാൻ പോകുന്നത്. ഗ്രെക്സി എന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു എഗ് പപ്സിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്. എഗ് പപ്സിൻ്റെ അത്രയും വരില്ല കേട്ടോ, അതിനെ വല്ലാതൊന്നും സാധനമൊന്നുമില്ല. ഇങ്ങനെ ഇതിനൊരു സ്പൈസൊന്നും അല്ല, ചുമ്മാ കഴിക്കാം. Life is Thai. How was your weekend? 2 days. Honestly, 2 days. Yeah. Busy. Where you went? Where did I go? Nowhere. You didn't go anywhere. Family from London. Yeah. Come over. Then Margadi. Nothing much. Just khidmat. Sleep, rave. I don't sleep. You don't sleep. You don't like to sleep, right? I don't like to sleep. That's your life. I want to see the world. Well, dude, Spain got the World Cup. Spain deserve, right? Mashallah. Yeah, Spain deserve. 100%. Yeah, because actually, like I thought, like Argentina is okay. Even Argentina are okay. Even I have a soft corner. Argentina are chores. Yeah, because actually at the end of the time, you know, they were like, they're not playing good, bro. They're just attacking the Spain players. They're not playing. Same with England. Yeah, same with England. Guys, we came too early. Why we came too early, bro? Because we need a fucking seat. We came too early. I don't know what to do. Go look for a seat. Let's see. Let's go and sit somewhere. Let's beat Motu. Let's beat Motu. Let's go, Stella. Guys, we came too early, guys. One eternity later. ഒരു കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതും കുടിച്ച് നമുക്ക് രാവിലത്തെ സംഭവം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം 9 o'clock ആയി. 9:30 ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ ഒന്ന് വന്നു ഞങ്ങൾ. അപ്പം ചൂടുവെള്ളം കുടിച്ച് നമുക്ക് തുടങ്ങാം. ലഞ്ച് ബ്രേക്കാണ്. അപ്പം ഞാൻ വിചാരിച്ച് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തേക്കുക. അപ്പം ഞാനും അവനും കൂടെ. അപ്പം അവൻ്റെ ബ്രേക്കല്ല ഇപ്പം. ഞാനിപ്പോൾ ഇറങ്ങി വന്ന് നല്ല വെയിലുണ്ട്. കുറച്ച് നേരം വെയിലെല്ലാം കൊണ്ട് ഇവിടെ ഇരിക്കാമെന്ന് വെച്ചു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു എത്ര മണിക്കൂർ? 1 മണിക്കൂറായി ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം തിരിച്ച് കയറാൻ. താൻ പറഞ്ഞു തരുന്നില്ല കേട്ടോ, മെസ്സേജ് ഇട്ടേക്കാം. ഐ എം ഓൺ മൈ വേ എന്ന്. A few moments later. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ രാവിലെ ഓഫീസിൽ കയറിയിട്ടാണ് ഇപ്പോഴാണ് ഇറങ്ങുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് 6 hours സ്ട്രെയിറ്റ്. ഇന്നിപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ നമ്മൾ സിറ്റി സെൻറ്ററിൽ പോവാണ്. വന്ന വഴി തന്നെ വി ഓർഡർ സം ഫുഡ്. When he says we, he paid for it and I shouted at him. That's okay. So we ordered some bro, I didn't show that. Next time we'll show, okay? Aduthavattam I'll show that. It's called katsu curry, woman style. It's called katsu curry. So basically it's kind of a Bangladeshi type of Not Bangladeshi. What is it then? Katsu means what? I thought it's Japanese, like Bangladeshi. Japanese. Fuck dude, you told me to eat Japanese food. I've never tried this. It's the first time I'm trying this Japanese food. It's katsu. What? Katsu. So we had katsu on lunch. It was nice. Actually, it was nice. Then done for the day. We're going back to room. Let's see. I'm tired. Exhausted. Fuck. Tired, bro. Exhausted actually. Not tired. Exhausted. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലയൻറ്റിനെ കുറച്ച് ഫോൺ കോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പം എന്താ പറയുക, ബേസിക്കലി ഞാൻ ഓഫീസിൽ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള നമ്മുടെ നാട്ടിലെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. എന്താ പറയുക, സത്യമായി ഞാൻ നാട്ടിലുണ്ടായി ഞാൻ ഡൽഹി പോയത് കേട്ടോ, ഉറപ്പായിട്ടും. ആ പ്രൊട്ടസ്റ്റിന് ഞാൻ പോയി. ഇന്ന് ഞാൻ വീഡിയോസ് എല്ലാം കുറേ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. ഞാൻ മാക്സിമം ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഷെയർ ചെയ്ത് പോകുന്നു. വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ എനിക്കിപ്പോൾ നാട്ടിൽ വരാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡൽഹി പോകാൻ. ഞാൻ മേഘടുത്തും പറഞ്ഞു നമുക്ക് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഡൽഹി പോകാൻ. പിന്നെന്ത് പറയാം,
ആകെ ഒരു ഇറിറ്റേഷനാണ് ഇപ്പോൾ ഇത് കാണാൻ ഭയങ്കര സഫോക്കേഷനായി വരുന്നുണ്ട് ഇപ്പം. ലൈക്ക് നമുക്കിപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഓരോ കൺട്രി ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ, അപ്പോൾ നമ്മുടെ കൺട്രി വീണ്ടും ലൈക്ക് പിന്നെയും പുറമോട്ട് പോവാണ്. അത് ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രി ഇരുന്ന് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കണം. ഇപ്പോൾ UK യിലൊക്കെ ഇരുന്നിരിക്കാം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നാട്ടിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൾക്കാർ നിങ്ങളെ സത്യം പറഞ്ഞാൽ നിങ്ങളെ പറ്റിക്കുകയാണ് ഗവൺമെൻറ്. മറ്റേ എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദിയും പിന്നെ ഈ പറയുന്ന മറ്റേ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പുള്ളിക്കാരനൊക്കെ റിസൈൻ ചെയ്ത് പോയിട്ടേ കാര്യമുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ധർമ്മേന്ദ്ര പ്രധാൻ പുള്ളി റിസൈൻ ചെയ്യണം. എന്തിൻ്റെ ബേസിലാണ് പുള്ളിയോട് ഇരിക്കുന്നത് അറിയത്തില്ല കേട്ടോ. ഒരു അത്യാവശ്യം അന്തസ്സുള്ള ഒരു ആൾക്കാരൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഇത്രയും പേര് മരിച്ചു ഞാൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ കാരണം ഇത്രയും ആൾക്കാർ മരിച്ചു, എനിക്ക് ഇപ്പം ഇത്രയും സ്റ്റുഡൻസ് മരിച്ചു, അപ്പോൾ ബേസിക്കലി എനിക്ക് ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകുക. ഫസ്റ്റ് ഓഫ് ഓൾ ആ യോഗ്യത എനിക്കില്ലയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് പിടിച്ചു തൂങ്ങി കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പം എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ഇനി എൻ്റെ ഇതിനകത്ത് കുറച്ച് കാലത്തേക്ക് ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ ഉണ്ടാവുക. പിന്നെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നാളെ പുതിയ വ്ളോഗായിട്ട് വരാം. നാളെയും ഇതുപോലൊക്കെ തന്നെ ഓഫീസ് ട്രിപ്പും പരിപാടിയൊക്കെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഇന്ന് ഫുള്ള് ഈ ന്യൂസായിരുന്നു. ന്യൂസ് കണ്ടിരിക്കും. ഇരുന്നാലും ഞാൻ ഇടയ്ക്ക് ഫോൺ എടുത്തിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കും. നാട്ടിലെ വാർത്തയും പരിപാടിയൊക്കെ കണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. വേറൊന്നും പറയില്ല. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക. പിന്നെ പറഞ്ഞ പോലെ പീസ്.